അപ്പോൾ അങ്ങനെ ആസിഫ് അലി സിനിമയായ രേഖാചിത്രം കണ്ടിറങ്ങിയിട്ട് ഇപ്പോൾ അതാ ഗിരിജ തിയേറ്ററിൽ നിന്ന് നമ്മുടെ അതാ ഈ ഫുട്പാത്തൂടെ അങ്ങനെ നടക്കുകയാണ്. ഞാൻ ബസ്സിലാണ് വന്നത്, അപ്പോൾ ബസ് കയറാനാണ് പോകുന്നില്ല. സിനിമ ഒരു വാക്കിൽ പറയുകയാണെങ്കിൽ ആസിഫ് അലിയുടെ 2025 കിട്ടിയ ഒരു മികച്ച നല്ലൊരു സിനിമ. ഇതുവരെ കേൾക്കാത്ത രീതിയിലുള്ള ഒരു കഥ അല്ലെങ്കിൽ കാണാത്ത രീതിയിലുള്ള സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. മമ്മൂട്ടി ആരാധകർക്ക് തൃപ്തികരമാവുന്ന, ഫാൻസുകാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ലൊരു സിനിമ. പിന്നെ മറ്റൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ സിനിമയിലെ എല്ലാ ആർട്ടിസ്റ്റുകളും അനശ്വര രാജനൊക്കെ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. ആസിഫ് അലിക്ക് കുറേ സിനിമകൾ അബദ്ധങ്ങൾ പറ്റിയത് ഇനി പറ്റാതിരിക്കട്ടെ എന്നുള്ള രീതിയിലുള്ള സിനിമകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എടുത്ത് പറയുന്നത് കേട്ടോ. പിന്നെ ഫാമിലി ആയിട്ട് സിനിമാ തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സിനിമയാണ്. മലയാള സിനിമകൾ എന്ന് പറയുമ്പോൾ ശരിക്ക് ഇങ്ങനത്തെയൊക്കെ സ്റ്റോറികളാണ്. കാരണം എപ്പോഴും കുടുംബങ്ങളായിട്ട് വന്ന് കാണാൻ തിയേറ്ററിലൊക്കെ കൂടുതൽ പേരും ആഗ്രഹിക്കും ഒരു സിനിമ കാണാൻ. അപ്പോൾ അത് ഒരു ലിമിറ്റേഷൻ ഇല്ലാതെ എല്ലാവർക്കും വന്ന് കാണാൻ, ഫാമിലിയായിട്ട് വന്ന് കാണാൻ പറ്റിയ നല്ലൊരു സിനിമയാണ്. ആസിഫ് അലിയുടെ ഒരു പോലീസ് കഥാപാത്രം വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു കഥാപാത്രമായിട്ടുണ്ട്. അപ്പോൾ കണ്ടിന്യൂ ചെയ്യട്ടെ ആസിഫ് അലി ഇങ്ങനത്തെ നല്ല നല്ല സിനിമകൾ മലയാളം സിനിമയിലേക്ക് തരട്ടെ എന്ന് ഒപ്പം തന്നെ ആഗ്രഹിക്കുന്നു. പിന്നെ ഒരുപാട് പറയാനുണ്ട്, പക്ഷേ സിനിമ കഥയിലേക്ക് പോവും. എന്തായാലും സിനിമ കാണുക, നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണുക. നല്ലൊരു കളക്ഷൻ കൂടി കിട്ടുന്ന നല്ലൊരു സിനിമയായിരിക്കും. അപ്പോൾ രേഖാചിത്രം സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ആ കണ്ട ഒരു അഭിപ്രായം കൂടി നിങ്ങൾ അറിയിക്കണം കേട്ടോ. ഓക്കെ.